ഞാൻ അങ്ങോട്ട് വരുന്നു. സ്ലോ മോഷൻ വരാവേ. നിങ്ങൾ വർത്താനം ബാക്ക് കാണണം. കുണ്ടി സ്ലോ മോഷനിലാണ് വരുന്നത്. മനസ്സിലായോ? ആ സാധനം ഇങ്ങനെ മറ്റേ അത് പക്ഷെ കാലിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്തോളൂ. മറ്റേ ഇതുണ്ടല്ലോ അത് കറക്റ്റ് സ്ലോ മോഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സീൻ എന്താണെന്നറിയോ? റോബോട്ടിക് മൊമെന്റ്സ്. സീൻ ഇങ്ങനെ വരുമ്പോഴത്തേന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേന് വേറെ ലെവൽ. ഇതെങ്ങനെ സാധനം പൊളിയല്ലേ? ഇറക്കി ഇതൊക്കെ ലൈറ്റ് ഒക്കെ അവനെ വരെ ഇവിടെ കാണാൻ പറ്റും. ഒരുത്തരും പറഞ്ഞു കുറെ ഇരുന്നാലും എല്ലാം ഒരുപോലെ. എനിക്ക് ക്ലാസ് ഇല്ല. ക്ലാസ് എടുത്ത് വേണോ? അങ്ങനെ പറയൊന്നും വെച്ചോണ്ടിരുന്നാ മതി. ഇവിടെ ഇത് പൊളിക്കും. നമ്മളെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വളരെയധികം കാര്യമായിട്ടൊക്കെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ അല്ല ആറാട്ടൻ അവിടെ ഒറ്റയ്ക്കായിരിക്കും. കൂടെ ആൾക്കാരുണ്ടായിരിക്കും. തിരിച്ചു വന്നു കഴിഞ്ഞാ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു മാറ്റം ക്യാരക്ടർ. സത്യത്തിൽ ഇയാൾക്ക് ഇതൊരു ആവശ്യം. ആറാട്ടന്റെ ക്യാരക്ടർ മാറ്റുന്ന അങ്ങോട്ടല്ല വിടണ്ടേ? ആറാട്ടൻ തന്നെ ഏത് ലോകപ്പിൽ കൊണ്ടിട്ടാലും ക്യാരക്ടർ മാറാനൊന്നും പോകുന്നില്ല. ആ സെൻസിൽ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പൊ പണിഷ്മെന്റ് ഒന്നും കൊടുത്താലൊന്നും കറക്റ്റ് ആവുന്ന മനസ്സിലുള്ള ആളല്ല. കാണിക്കുന്ന എന്ത് തോന്നിയാന്നുള്ളത് മനസ്സിലാവുന്നത്. കേരള പോലീസ് ഇതിനകത്ത് കോമഡി എവിടെയാന്ന് അറിയാമോ? അതായത് ആറാട്ടണ്ണന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആരോഗ്യ പ്രശ്നമുള്ള ആളാണെന്നുള്ളത് ഇയാള് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് കേരള സമൂഹത്തിൽ മൊത്തത്തിൽ ആളുകൾക്ക് അറിയാം, പോലീസിന് അറിയാം. കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വെക്കുന്നുണ്ട്. ഇതേ കാരണം ഈ കാരണം ഓൾറെഡി ഇവിടെ അറിയാവുന്നതാണ്. ഇയാൾക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ളതെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആറാട്ടനെതിരെ ഇങ്ങനെ ഒരു പരാതി വരുന്നു. ആറാട്ടൻ എന്തോ പറയുന്നു. അപ്പൊ പരാതി വരുന്നു. പരാതി വന്ന് ആറാട്ടനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞ മറ്റേ കാര്യം അങ്ങ് മറന്നു എല്ലാവരും. അതെ, അങ്ങനെയുള്ള ഒരാള് ഇയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളാണെന്ന് അറിഞ്ഞിരിക്കെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ റിമാൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ പിന്നെ ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സത്യം. അപ്പൊ ഇത് മറന്നോ? മുമ്പത്തെ കേസിൽ ജാമ്യം കൊടുത്തത് ഈ ഒരു കാര്യം കൺസിഡർ ചെയ്ത് എന്താണ് പോലീസ് പഠിച്ചിട്ടില്ലല്ലോ. ഓരോ കേസിലും ഈ പ്രതി ആരാണെന്നുള്ളതൊക്കെ ഇവർക്ക് അങ്ങനെയല്ലത് വർക്ക് ചെയ്യുന്നത്. അവരൊരു കംപ്ലൈന്റ് കൊടുത്താൽ അത് നോക്കും അപ്പുറത്തേക്കുന്ന ആരാണ്. ബാലയാണോ? ഉടനെ കൈയും കെട്ടി നിന്നിട്ട് സാറേ അവിടെ തോക്കൊണ്ട് പോയോ? അയ്യോ തോക്കൊന്നും ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയാൻ നാണില്ലാത്ത ഉറപ്പില്ലാത്ത കുറെ എണ്ണം. ആറാട്ടനെ കണ്ടാലോ എന്നെ കണ്ടാലോ മറ്റേ തൊപ്പിയെ കണ്ടാലോ മണവാളിനെ കണ്ടാലോ ഒക്കെ പിടിക്കാൻ ഭയങ്കര വീരന്മാരാ. ഭയങ്കര വീരസൂര്യ പരാക്രമവും ഇവിടെ കിടന്ന് ഭയങ്കര അന്വേഷണവും തെളിവെടുപ്പും എന്തൊരു ബഹളവാ. അയ്യോ ഭയങ്കരന്മാരാവും. ഭയങ്കരന്മാരെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇത്ര ഭയങ്കരന്മാരെ സിദ്ദിഖിനെ കണ്ടെത്തണം എന്നിട്ട് നാട്ടുകാരെ കണ്ടുപിടിച്ചു കൊടുക്കണം. ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന് ഭയങ്കര സംഭവമായി പോയി. അങ്ങനൊന്നും കിട്ടത്തില്ല അവർക്ക്. ഇപ്പൊ ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹേമ കമ്മിറ്റി ഒത്തിരി നാളെ നടന്നു. അപ്പൊ പറയാ അത് പിന്നെ നമ്മളങ്ങനെ എങ്ങനെയാ അത് പിന്നെ അവര് വന്ന് പറഞ്ഞാലല്ലേ ഇവരെ അവര് അങ്ങോട്ട് അത് പിന്നെ പരിപാടിയല്ലേ. ഹേമ കമ്മിറ്റി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫെഫ്കയിലെ ജോലി ചെയ്യുന്ന ഏതോ സ്ത്രീകളൊക്കെ എന്തോ പരാതിയൊക്കെ കൊടുത്തു. ഫെഫ്കയോ മറ്റേതോ ഏതാണ്ടോ മാക്ടോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ ഓരോ സംഘടനകൾ. അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി ഒക്കെ ഉള്ള ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിലുള്ള ഏതൊക്കെ സ്ത്രീകള് രംഗത്ത് വന്നിട്ട് അവരവരെ പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇവര് പറയുകയാണ് ആര് ഈ ഭാഗ്യലക്ഷ്മി അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പരാതിയായിട്ടൊന്നും വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സംഘടനയെ ബാധിക്കുന്ന പോലത്തെ എന്തോ സാധനമൊക്കെ പറഞ്ഞിട്ട് ഇവര് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു ടൈപ്പ് നിലവാരമുള്ള പുരോഗമനവാദിയാണ്. പ്രത്യേകിച്ച് സാരി ഉടുത്ത് വന്നിരുന്ന പുരോഗമനം പറയുന്ന. അപ്പൊ ഇനിയിപ്പോ സാരി പ്രശ്നമാണോന്നും പറഞ്ഞു വരും ചിലപ്പോ. സാരി പൊട്ട് അടിപ്പാവട അണ്ടർസ്കേർട്ട് ഈ സാധനം ഒരു മനുഷ്യന് ഉടുക്കാവുന്ന തുണിക്കൊക്കെ ഒരു ലിമിറ്റ് ഇല്ല, ഒരു പരിധി ഇല്ല. ഇത് എന്ത് തരം ആചാരത്തിന്റെ ഭാഗമാണ്? ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ അതായത് ഇവിടെ എപ്പോഴും പറയുന്ന ഒരു സാധനം അവന് ഭ്രാന്താണ്, അവൻ പൊട്ടനാണ്,
അതായത് ജനങ്ങള് ഒരു രീതിയില് ഈ കാര്യങ്ങൾ കാണുന്നത് വളരെ പുച്ഛമനോഭാവത്തോടു കൂടിയാണ്. ഒരു ഭ്രാന്തനെ കാണുന്നത്, പൊട്ടൻ എന്ന് പറയുന്നത് നമ്മൾ തെറി വിളിക്കുന്നതിന് തുല്യമായിട്ട് കാണണം ശരിക്കും. അതായത് നിങ്ങളൊരു പൊട്ടനാണ്, നിങ്ങളൊരു ഭ്രാന്തനാണ് എന്ന് പറയുന്നത് ആ മാനസികാവസ്ഥേനെ പോലും എന്താ പറയാ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. ചിലര് പൊട്ടന്മാരാ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. പ്രശ്നമാണ് അത് അത് മനസ്സിലാകാതെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പടം എടുത്തിട്ട് വന്ന പിന്നെ എന്താ പറയുള്ളൂ. യാഥാർത്ഥ്യമാണ് ഈ ചില മണ്ടന്മാരൊക്കെ കൂടെ ഒരു സിനിമ എടുക്കുക, അത് പിന്നെ കുറെ മണ്ടന്മാരെ കണ്ടിട്ട് പൊക്കി പറഞ്ഞിട്ട് നടക്കുക. നായകൻ ഹീറോയിസോ സാധനം OTT കണ്ടു വന്നിട്ടുണ്ട്. എടോ നല്ല കോമഡിയാ ഇതേ സിനിമ കോമഡി ആയിരുന്നു എമ്പുരാൻ സത്യത്തിൽ. അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വേറെ OTT വന്നിട്ടുണ്ടല്ലോ സാധനം. ഇഷ്ടപ്പെട്ടോ സിനിമ? ഒന്നുമില്ല അതില് സത്യത്തിലൊന്നുമില്ല. ഈ പക്ഷെ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോ ആൾക്കാര് ശ്രദ്ധിച്ചു ആ സിനിമ വിജയിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ ചിലര് പോയി നോക്കും, അത്രേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ആരും കണ്ടില്ല, ആരും കാണില്ല. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാ പിള്ളേരും കൊറിയൻ സിനിമാസും അല്ലെങ്കിൽ സിനിമാസും ഈ ഹോളിവുഡ് സിനിമാസും ഒരുപാട് കാണുന്നതാണ്. അതുകൊണ്ടിട്ട് പെട്ടെന്ന് ഒരു സിനിമ നമുക്ക് പുതിയ തലമുറക്കൊക്കെ എന്തായാലും ഇതൊരു വലിയ സംഭവം എന്നൊന്നും ആർക്കും ഒരു ഫീലും തോന്നില്ല. വലിയ കഥയൊന്നും ഇല്ല. പിന്നെ മേക്കിംഗ് എന്ന് പറയാനായിട്ട് ഇവര് കമ്പാരിസൺ ഹോളിവുഡ് ലെവൽ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതെന്താണ് പൃഥ്വിരാജ് കാണിച്ചു വെച്ചേക്കണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മളും പോയത്. അല്ലാണ്ട് നമുക്കറിയാം കാണിക്കുന്നു. പിന്നെ അതിന് പോണ കാര്യമില്ല. പൃഥ്വിരാജിന്റെ ആദ്യത്തെ സിനിമ ഒന്നുമില്ല, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ലൂസിഫർ വരുന്ന സമയത്ത് ഇവന്റെ മറ്റേ കോണേടി കുറെ ആദ്യം കേട്ടതാണല്ലോ. ഇവൻ ഇങ്ങനെ ചാനലിൽ മുഴുവൻ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്തപ്പോ കോണക്റ്റുമാണല്ലോ ഭയങ്കര. ഞാൻ വലിയ മയറിനാന്നുള്ള സാധനം ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫുള്ള്. കുറെ പുതിയ ഇംഗ്ലീഷ് വേർഡൊക്കെ കൊണ്ടുവരും. അതൊക്കെ പഠിച്ചിട്ടൊക്കെയായിരിക്കും. അല്ലാതെ ഡെയിലി ബേസിസിൽ ആരോടൊക്കെ ഇംഗ്ലീഷ് പറയണത് അമ്മയുടെ ഇവന് പിന്നെ അമ്മയും ഒക്കെ സഹോദരി സഹോദരനും ഒക്കെ തമ്മിൽ നമ്മള് ഒരു സാരി കൊടുത്ത സെറ്റപ്പ് പറഞ്ഞില്ലേ, ഒരു വട്ടപ്പൊട്ട്, കേളി ഹെയർ, അല്ലെങ്കിൽ ഒരു സാരി, കളർഫുൾ സാരി, അതിന്റെ ഒരു ആൺ വേർഷൻ ആണ് ഇവർ. അതിന്റെ അപ്പുറത്തേക്ക് അവനങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അടുത്ത സുഹൃത്തുക്കളൊന്നുമില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് ഇയാളുടെ ഭാര്യ ഐ തിങ്ക് വെച്ചത് ഇയാളായതുകൊണ്ടോ ഐ തിങ്ക് അങ്ങനെ. സോ ഐ തിങ്ക് obviously apparently nice ആണ്. apparently thank you so much. Thank you. പക്ഷേ ഈ പൃഥ്വിരാജിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയും ഈ മറ്റേ ആടുജീവിതമാണ്. അതില് മര്യാദയ്ക്ക് അഭിനയിച്ചവന് അവാർഡ് കൊടുത്തിട്ടില്ല. പൃഥ്വിരാജിനാണ് അവാർഡ് കൊടുത്തത്. മര്യാദയ്ക്ക് അഭിനയിച്ച കൂടെ അഭിനയിച്ചവൻ ചത്ത അഭിനയിക്കല്ലേ ചെയ്തിട്ടുള്ളത്. അവൻ കറക്റ്റ് ക്യാരക്ടർ അറിഞ്ഞ് പെർഫോം ചെയ്തവന് അവാർഡ് കൊടുത്തിട്ടില്ല. നായകനാണ് അവാർഡ്. തനിക്കത് മനസ്സിലായിട്ടില്ല. അഭിനയം കാണണം. ബ്യൂറിന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പെർഫോമൻസ് ഒക്കെ കാണണം. അഭിനയിച്ച് നന്നായിട്ട് അല്ല അതായത് നമ്മൾ അഭിനയിക്കാന്ന് വരും. അഭിനയിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഇത് അഭിനയമാണെന്ന് മനസ്സിലാവാതെ പോയാൽ പിന്നെ അഭിനയിക്കുന്നതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുള്ള ഒരൊറ്റ സിനിമ കണ്ടിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു വന്നേക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ഭയങ്കര പുതുമയായിട്ടൊന്നും തോന്നുന്നു. 127 ഹവേഴ്സ് അങ്ങനത്തെ കുറെ സിനിമ കൈ മുറിച്ചിട്ടാവും പറഞ്ഞത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിംഗ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ എവിടെ എത്തും എന്നുള്ളത് എനിക്കുണ്ട്. ഈ ഇതിനുള്ള പ്രശ്നം അറിയോ? ഇവിടെ മാർക്കറ്റിംഗ് ഒന്നും അല്ല ഈ പരിപാടി നടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഒരു സീസൺ കൊണ്ട് പടം ഇടുന്നു, ആ സീസണിൽ എല്ലാവരും പോയി കാണുന്നു. എന്നിട്ട് ഇവർ ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു കള്ളത്തരമാണ്. മനസ്സിലായി? അതായത് നിനക്ക് ഇവിടെ പടം ഓടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവധി അങ്ങനെയുള്ള സീസൺ ഉണ്ട്. ആ സമയത്ത് ഇവർ പടം എടുത്തിട്ട് ഇവരുടെ പടങ്ങളെ മനസ്സിലായി. ഇത് ക്രിസ്മസ്, ഓണം, വിഷു, ദീപാവലി ഇങ്ങനെ അവധിയുള്ള സമയത്ത് കൊണ്ട് ഇവരിടും. എന്നിട്ട് ഇവര് പറയുന്നത് ഭയങ്കര മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. സത്യത്തിൽ അത് മാർക്കറ്റിംഗ് അല്ല, അവരത് മറയ്ക്കുന്ന, ബാക്കിയുള്ളവരെ പൊട്ടം കളിപ്പിക്കുന്ന. ഇത് മാർക്കറ്റിംഗ് കൊണ്ട് ആള് വന്നതാണ്. അങ്ങനല്ല, അവധിക്കാലം കൊണ്ടിടുന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നമ്മളൊരു മൂല്യം ഇട്ടിട്ടുണ്ട്. ഇതിന് ഇത്ര ചെലവ് വരും. ഈ സാധനം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴേക്കും നമുക്കും കൂടി ബോധം ആ ഒരു ധാരണ ഉണ്ടെങ്കിലല്ലേ നമ്മൾ മാർക്കറ്റ് ചെയ്യുക.
മാർക്കറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് നല്ല ഔട്ട് കിട്ടും എന്നുള്ള ബോധം ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ ഇവിടെ ഉള്ള പ്രോഡക്റ്റ്. ഏത് അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം ഒരു തീട്ട സാധനമാണെന്ന് ഞാൻ മനസ്സിലാക്കി, എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെയ്ത് വെച്ചേക്കുക, മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ മേക്ക് ചെയ്ത സാധനം ഞാൻ പിന്നെ അങ്ങോട്ട് നടന്ന് മാർക്കറ്റിംഗ് ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇവര് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. താഴേക്കിടയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഓൺലൈൻ മീഡിയാസ് ഒരുപാട് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ മാർക്കറ്റിംഗ് അല്ല സാധാരണ ശരിക്കും പറഞ്ഞാല് പറഞ്ഞില്ലേ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ കൊടുക്കാൻ പോകുന്ന ഇതാണെന്ന് ക്വാളിറ്റി ഉണ്ടെന്ന്. തനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സാധനം ക്വാളിറ്റി അറിയാവുന്ന മനുഷ്യരിവിടെ ഉണ്ടോ? കഞ്ചാവ് അടിച്ചവന്മാർ പോലും അടിച്ചേക്കുന്ന വേറെ രണ്ട് സാധനമാണ്. MDMA എന്ന് പറഞ്ഞ രണ്ട് പൊടിയൊക്കെ വലിച്ച് കിക്കായിട്ടിരിക്കുന്ന പൊട്ടന്മാർക്ക് ഈ പടം. പക്ഷെ ഇതില് തന്നെ നോക്കുകയാണെങ്കിൽ ഈ പ്ലോട്ട് എന്ന് പറയുന്ന കഥാതന്തു എന്ന് പറയുന്ന ഒരു സാധനം, ഈ കഥാതന്തു എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളില് ഇപ്പൊ മരിയാന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സെയിം കഥാതന്തു ആണോ? ഈ പറയുന്ന ഗദ്ദാമ സെയിം കഥാതന്തു തന്നെയാണ്. പ്ലോട്ട് എല്ലാത്തിലും സെയിം ആണ്, കഥാസന്ദർഭങ്ങൾ പോലും ഈക്വൽ ആയിട്ട് വരുന്നത്. പക്ഷെ ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് അവർ റിലീസ് ചെയ്തിട്ടുള്ളതും സെയിം ആണ്. ഈ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളില് അവിടെ ഒരു തെറ്റുണ്ട്. അത് മലയാള സിനിമ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതിപ്പോ വേറൊരു ഇംഗ്ലീഷോ മറ്റേതെങ്കിലും കൊള്ളാവുന്ന രാജ്യങ്ങൾ എടുക്കുന്ന സിനിമയാണെങ്കിൽ ഈ കഥാതന്തു ഒന്നും സെയിം ആകത്തില്ല. കഥാമയെന്ന് പറഞ്ഞാൽ കഥാമയുടെ പ്രശ്നമായിരിക്കും. ആടുജീവിതത്തിൽ പോകുന്നതിന് ആടുജീവിതത്തിന്റെ പ്രശ്നം ആടുമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ആടുജീവിതം എന്ന് പറയുന്ന സാധനം നടക്കും. ആടുജീവിതം ഒരു ബന്ധമില്ലാത്ത പടമാണ്. അതായത് നമ്മൾ ഈ കാണുന്ന ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഇവര് കാണിച്ച സിനിമ ആടുജീവിതം അല്ല, മനസ്സിലാകുന്നുണ്ടോ? എസ്കേപ്പ് ഫ്രം ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു പടമാണ്, മനസ്സിലായില്ലേ? അവിടെ കൂടുതൽ അതൊക്കെ അവർ നോക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഈ ആടുമായിട്ടുള്ള ഇവരുടെ പരിപാടി ഒന്നും നടക്കത്തില്ല. ഇതിനകത്ത് ആടുമായിട്ട് എന്തോ ഇന്റർകോഴ്സ് ഉണ്ടെന്നോ സെക്ഷൽ കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ സാധനം ഒന്നും ഇവിടെ എടുക്കാനേ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ ആടുകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോ അയാളൊരു മനുഷ്യനൊരു ആട്ടുകൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞാല് അവിടെ ഈ പറഞ്ഞ പോലെ സാധനം വരും. എന്താ ഇയാളുടെ മാനസിക നിലയൊക്കെ മാറി ഈ പറഞ്ഞ പോലെ ലൈംഗിക പ്രശ്നങ്ങളും എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു ഭയങ്കര ഒരു അവസ്ഥയാണ് കാണിച്ചേക്കുന്നത്. അതില്ലാത്തൊരു ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതം അല്ല, ആടുജീവിതം എന്ന് പറയാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ അവിടെ പോയി ജോലിക്ക് ചെയ്യുന്നു, ഒരു ആട്ടിനെ മേയ്ക്കുന്ന സ്ഥലത്ത് വിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സീനാ ബ്ലസ്സി എടുത്തേക്കുന്നത്, മനസ്സിലാകുന്നത്. അതിന് ആടുജീവിതം എന്ന് പേര് കൊടുത്ത് ആ കഥ ഓരോരുത്തർ എഴുതി വെച്ചതിന് ശരിക്കും അങ്ങ് ഊമ്പിച്ച് കൈ കൊടുത്തു. അത്ര യാഥാർത്ഥ്യമാണ്. എന്താ കാര്യം, ഗദ്ദാമ എന്നുള്ള സിനിമയില് കാവ്യമാധവൻ അവിടെ പെടുന്നു, രക്ഷപ്പെടുന്നു. ഈ പറയുന്ന മര്യാദ എന്നുള്ള സിനിമയിലും ഗൾഫിൽ പോകുന്നു, ധനുഷ് അവിടെ പെടുന്നു, രക്ഷപ്പെടുന്നു. ഈ പറയുന്ന ഇവരെല്ലാം എവിടെയാണെന്നറിയോ? രക്ഷപ്പെടുന്ന സ്ഥലമാണ് കണ്ടേക്കുന്നത്. ഇവർക്ക് അതേ അറിയത്തുള്ളൂ. കോണ്ടെക്സ്റ്റ് ഒക്കെ ഇപ്പൊ ഇതുപോലെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ സിനിമയൊക്കെ ചെയ്യും. അതല്ല പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗോഡ് ഫാദർ, ഇംഗ്ലീഷിൽ ഗോഡ് ഫാദർ ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി, ഇപ്പോഴും അതേ പാറ്റേണിൽ തന്നെയാണ് സിനിമ. അങ്ങനെ സത്യത്തിൽ ജാമ്യം എടുക്കാൻ ആരും പോരുത്, ഒരാള് പോരുത്, അവിടെ കിടക്കണം. എന്നിട്ട് അങ്ങനെ അവിടത്തെ ഒരാളെ അങ്ങനെ തന്നെ ചെയ്യണം. ഈ പോലീസുകാർ പിടിച്ചോണ്ട് പോയത് ആരാന്ന് വിചാരിച്ച് ഒരു ചാക്ക് കെട്ട് എടുത്തോണ്ട് പോയത് അവര് റിമാൻഡ് ചെയ്തേക്കുവാ. ഈ ഭാഗ്യലക്ഷ്മി ടീമൊക്കെ ഇതിന് ഇരിക്കുകയാണെന്നാണ് പരിപാടിയൊക്കെ എഴുതുന്ന ഒരാളെ ഇതേമാതിരി പോയി മഷിയൊക്കെ കൊണ്ടുപോയി കൊട്ടിമേത്ത് അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ അങ്ങനെയുള്ള സിദ്ധിക്കുന്ന എന്താ ഒന്ന് എഴുതിയപ്പോ അവന്റെ വീട്ടിൽ ചെന്ന് കരിയോയില്ല, ഇവിടെ പീഡിപ്പിച്ചെന്ന പെണ്ണിടന്ന് മോങ്ങിയിട്ട് ഒരു കരിയോയിലും ഇല്ല, ഒന്നുമില്ല. ഭാഗ്യലക്ഷ്മിക്ക് ഒന്നും പറയാനും തിരിച്ചു തല്ലുന്നോനെ ഒന്നും ചെയ്യൂല, തല്ലിയ തിരിച്ചല്ലാത്തവരും ഭാഗ്യലക്ഷ്മി ഒളിവിൽ പോയതാണ് ഈ കേസിന് ശേഷം. ഒരു ഐ തിങ്ക് 2 months-ഓളം ഉണ്ടായിരുന്നില്ല. പോലീസൊക്കെ കേസ് ഫയൽ ചെയ്തത് ജനാധിപത്യത്തിനെതിരെ, അതായത് വയലൻസ് കാണിച്ച സ്ത്രീ ഒരു കേസും ഇല്ലാതെ ഇപ്പോഴും ഇവര് പഠിപ്പിക്കാൻ ചെല്ലുന്നു. അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ സംഭവം മൊത്തത്തിൽ പണി പാളിയിട്ടുണ്ട്. 6 എണ്ണമെതിരെ കേസ് എടുത്തേക്കുന്നു.
എഫ്ഐആർ ഇട്ടിട്ട് ഇയാളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു, Psychology കോടതി issue റിമാൻഡ് ചെയ്യുന്നു ആരുടെ എന്ത് ഈ പറയട്ടെ എന്ത് നടക്കണത്? ഓടിച്ചിട്ടാണ് പിടിച്ചത്. വീട്ടിൽ ചെന്ന് വിളിച്ചെന്ന് ഇവനെ. രാത്രി ചെന്ന് പിടിച്ചു. എനിക്കറിയത്തില്ല എപ്പോഴാണ്. എന്തൊക്കെ ഇവര് ആരാളോട് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചാൽ അന്ന് ചെല്ലും. അത്രേ ഉള്ളൂ. ആളെവിടെ വിളിച്ചാലും നീയൊക്കെ മരുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പുള്ളി വരും. എവിടോട്ട് വിളിച്ചാലും പൊക്കോളൂ. അറസ്റ്റ് ചെയ്യണം, ഓ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നതാണോ ഈ റോസ്? അറസ്റ്റ് ചെയ്യുന്നതാണോ അതിന്റെ ഒരു ആരാണേലും വീട്ടിൽ തന്നെ പിടിക്കണം. അറസ്റ്റ് ചെയ്തു, വീട്ടിൽ കയറി പിടിച്ചാണെ. പോലീസുകാർ ഒരു ദിവസത്തെ പണിയാണ് ഞാൻ ആദ്യമായിട്ട് ആളെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വേറൊരു കാര്യം, ആൾക്ക് പേടി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് തോന്നിയിരുന്നു. പേടി വെക്കണമെങ്കിൽ ഒരു ബുദ്ധി വേണ്ടേ? അല്ല എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്തത് അത് ബുദ്ധിയുടെ അല്ലടോ, ഭയം എന്ന് പറയുന്ന ഒരു സാധനം ആൾക്ക് ഇല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഞാൻ ആളെ മീറ്റ് ഇടയ്ക്ക് ഭയപ്പെടും, ഇടയ്ക്ക് പുള്ളി ഭയപ്പെടില്ല. അങ്ങനെ ഇടയ്ക്ക് പുള്ളി ഭയങ്കര ഭയമായിരിക്കും. അയ്യോ ഭയങ്കര ആരാണ്ടൊക്കെ കൊല്ലാതിരിക്കണം, മോഹൻലാലിന്റെ ഫാൻസിനെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് പല സാധനം പറയും പുള്ളി. പെട്ടെന്ന് പുള്ളിക്ക് അതൊക്കെ പോകും. അത് പോയിട്ട് ഞാൻ അങ്ങോട്ട് വരിടമയൊക്കെ നോക്കി നിന്നു ഒരു 1 hour ശേഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനല്ല പറയാൻ പോകുന്നത്. ഈ പുള്ളി പോലീസ് അങ്ങനെ ലാഗ് ഉണ്ടായിരുന്നു കേസെടുക്കുന്നതില്. PhD നിന്നിട്ടില്ല. വന്ന് പറയാൻ പോണത് ഇങ്ങനെയായിരിക്കും, എനിക്ക് തെറ്റുപറ്റി അത് യാഥാർത്ഥ്യമാണ്, അത് തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് വിട്ടുപോയി. ആള് പലപ്പോഴും സോറി പറഞ്ഞിട്ടുണ്ട്, തെറ്റ് മനസ്സിലാക്കി പലപ്പോഴും സോറി തെറ്റ് മനസ്സിലാക്കിയിട്ടൊന്നും അല്ലടോ. ഞാൻ വിചാരിക്കുന്ന സെൻസിലേ അല്ല ഈ പരിപാടി ഒന്നും നടക്കണത്. അയാൾ ആദ്യം ഒരു സാധനം പറഞ്ഞു, അപ്പൊ അത് ആർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ തിരിച്ചു പറഞ്ഞു. നാളെ കഴിഞ്ഞ സാധനം ഇതിൽ ബെറ്റർ ആയിട്ട് പറയും. ഞാൻ മനസ്സിലാക്കിയുള്ള വേറെ സംഭവം 10 മണി ടൈമില് 10 മണി ആ ഒരു ടൈം ആകുമ്പോ തുടങ്ങി നമ്മള് ഒരു പണിയും ചെയ്യാതിരിക്കുന്ന സമയമാണ്, ഒരു ആക്ടിവിറ്റീസും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ഉറങ്ങുന്നില്ല എന്ന് വിചാരിക്കുക. നമുക്കിപ്പോ ആരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് തോന്നുന്നതൊക്കെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആളിൽ ഉണ്ടാവുന്നതാണ്. അതായത് ഒരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുന്ന സമയത്ത് 10 മണിക്ക് ശേഷം പുള്ളിക്ക് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്നു. അതല്ലടോ ഇത് സംഭവം. ആക്ടിവിറ്റീസ് ഇല്ലാണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ട് ആ സാധനത്തിൽ നമ്മൾ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇവൻ വൈകുന്നേരം ആകുമ്പോ വ്യത്യാസമുണ്ട്. മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല, ഒരു ചെറിയ സാധനം കാണിക്കും. ഇവൻ മരുന്ന് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ പറയുന്നത് ഇനിയും കുറച്ചുകൂടെ ഇരുന്നാൽ എനിക്ക് വണ്ടി ഇടിക്കും, അങ്ങനെയൊക്കെ പറയും. എന്നിട്ടാണ് പോകുന്നത് പുള്ളി. അല്ല താൻ ഓർക്കുന്നുണ്ടോ രാത്രി? എന്നിട്ട് നമ്മൾ കുറെ ദൂരം പുറകെ പോയത് ഇയാൾ വല്ല വണ്ടി തട്ടുമെന്ന് മേടിച്ചിട്ട്. കാരണം ഇയാൾ ഇതങ്ങ് ഉറക്കത്തിലോട്ട് പോവുക. പുള്ളിക്ക് വൈകിട്ട് ഉറങ്ങാനൊക്കെ മരുന്നുണ്ട്. അപ്പൊ അത് കഴിച്ചില്ല പുള്ളിക്ക് ഉറക്കമില്ല. പുള്ളി ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയത്ത് വിച്ചും പേയും പറയും. ചിലപ്പോ എന്ത് എഴുതിയിടും. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് നിലനിൽക്കില്ല. ഇപ്പൊ ചെയ്യേണ്ടത് ഇയാളെ സബ് ജയിലിലോട്ട് വിടുകയാണോ വേണ്ടത്? കേസ് എടുത്തൊന്നും ഇരിക്കട്ടെ. അപ്പൊ കോടതി എന്താ ചെയ്യേണ്ടത്? കോടതി ഇയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇവനെ അങ്ങനെയാണെങ്കിൽ അത്തരം ട്രീറ്റ്മെന്റിന് വിധേയമാക്കുകയല്ലേ സബ് ജയിലിലോട്ട് വിട്ടിട്ട് വ്യക്തമായിട്ടുള്ള സ്റ്റഡി ഇല്ലാതെയാണ് ഈ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സ്റ്റഡി വേണ്ടത്. അതായത് വേറെ ക്രിമിനലുകൾ ക്രൈം ചെയ്തെന്ന് ആരോപിക്കപ്പെട്ട ആളുകൾ കിടക്കുന്ന സ്ഥലത്തോട്ട് ആറാട്ടണ്ണനെ പോലെ മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാളെ പറഞ്ഞു വിടുകയാണോ വേണ്ടത്? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവിടുത്തെ ഈ സംവിധാനത്തിനൊന്നും ഇല്ലെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനം തെറ്റാണെന്നാണ് ഈ പറയുന്നത്. ഈ സംവിധാനം മൊത്തത്തിൽ തെറ്റാണ്. ഈ സംവിധാനം തെറ്റാണ്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്നതും അതേപോലെ തന്നെ സത്യമേവ ജയതേന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ വസ്തുതകളൊന്നും പ്രോപ്പറായിട്ട് പോലീസ് ഒന്നും ഇതിന്റെ ആരാധകരല്ല. ഡെമോക്രസിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സത്യമേവ ജയതയുടെയോ ആരാധകരല്ല. അവര് റൂൾ ചെയ്യുന്നവർക്ക് റൂൾ ആവേണ്ടി വരുന്ന ഈ ടോപ്പിക് സംസാരിച്ചത് അതൊരു ടോപ്പിക്കാണ്. സത്യമേവ ജയതേ കയ്യിൽ നിൽക്കാത്തൊരു കേസാണ്. അല്ല ഒരിക്കലും ഈ സിസ്റ്റം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു ആറാട്ടെണ്ണൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. കേസായി കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ എനിക്ക് കോളേജിൽ ഡ്രോപ്പ് ആക്കി കൂടത്. ഓൾറെഡി കോടതിയും കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള സ്റ്റഡി ഇല്ലാതെ നിങ്ങൾ കേസ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരലേ. ഇത് കോടതിയുടെ സമയങ്ങൾ എന്നല്ലേ? കോടതിയുടെ സമയങ്ങൾ അല്ലെങ്കിൽ കോടതി
എങ്ങനെ പോയത്? പോലീസിന് അല്ലെങ്കിൽ തന്നെ പോലീസ് കോടതിയിൽ മാത്രമല്ല, ഈ സമയം കിട്ടിയ വേറെ നാട് ചെയ്യണോ വേറെ രണ്ട് പണിയുള്ളൂ. കോടതിയുടെ സമയം കളയാൻ പാടില്ല. കോടതിയിൽ മാത്രമല്ല മീഡിയയുടെയും എല്ലാത്തിന്റെയും സമയം പ്രായോഗികമായിട്ട് കളഞ്ഞപ്പോ എനർജി വേസ്റ്റ് ആക്കി ഈ ആറാട്ടന്റെ ഇവര് ഈ സാധനം ഈ പ്രശ്നം ഈ ഉഷ പരാതി കൊടുക്കുന്നതിന്റെ തൊട്ട് പുറകെ തന്നെ പിന്നെ വന്നിട്ട് ഈ ഭാഗ്യലക്ഷ്മി പിന്നെ കുക്കു പരമേശ്വരനോ അവർ ലേഡി ഉണ്ടല്ലോ അവരൊക്കെ വന്ന് പരാതി കൊടുക്കുന്നുണ്ട്. ഇവരൊന്ന് പരാതി കൊടുത്തിട്ട് പിന്നെ ഇതെന്തോ വലിയൊരു ഐറ്റമാണ്, ഭയങ്കര എന്തോ ആറാട്ടണ്ണനെ അറസ്റ്റ് ചെയ്തു, എന്തോ ഭയങ്കര പരിപാടി. അപ്പൊ ഇത് നടക്കുന്നുണ്ടോ അവിടെ? എന്നിട്ട് അന്ന് വൈകുന്നേരം ഇതിന് ചർച്ച ഒരു പക്ഷെ ഭാഗ്യലക്ഷ്മിയൊക്കെ പ്രതീക്ഷ ഉണ്ടാവും ടെലിവിഷനില്. അതിനുള്ളത് ഇല്ല. ബാക്കിയുള്ള ലേഡീസ് എനിക്ക് തോന്നുന്നത് അവരൊന്നും ഇതിന് പുറകെ നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഈ ഒന്നും പറയാൻ പറ്റില്ല, ആരെന്താന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല. പോലീസ് നല്ല രീതിയിൽ ഈ ഇപ്പൊ ആറാട്ടെണ്ണം പറഞ്ഞത് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന പല സ്ത്രീകളും വേശ്യകളാണെന്നുള്ള പരാമർശമാണ് നമ്മുടെ ചില സ്ത്രീകൾ വേശ്യകളാണ് എന്നാണ് ഇയാൾ പറഞ്ഞത്. ഈ വേശ്യകളാണെന്ന് പറഞ്ഞപ്പോ ഈ ഉഷ എന്ന് പറയുന്ന നടി ഉടനെ ചാടി വീണ അത് മറ്റേ ഇതായി പോയി എന്ന് പറഞ്ഞു വരുമ്പോ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഉഷ നിലവിൽ കറന്റ്ലി ആക്ടർ ആണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അവരെ അഭിനയിച്ചൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യഭിചാരം എന്ന് പ്രോസ്റ്റിറ്റ്യൂഷൻ വ്യഭിചാരം പാവമായി പോയനെ. പക്ഷേ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ഈ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴൊക്കെ ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ എന്തോ ഭയങ്കര മോശം കാര്യമായി പോയി ആരോപിച്ചെന്നുള്ള നിലയിലാണ് പരാതി കൊടുക്കുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു തൊഴിലാണെന്ന് ഇവിടെ സുപ്രീം കോടതി മെൻഷൻ ചെയ്യുന്നത്. അതൊരു ജോലിയായിട്ട് തന്നെ തൊഴിലായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതൊരു തൊഴിലാണ്. ഇയാൾ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം നടിമാരും ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി കൊടുക്കുമോ? ഇല്ലല്ലോ, ആരും കൊടുക്കില്ലാത്ത പോലെ തന്നെ മലയാള സിനിമയിലെ പല നടിമാരും വേശ്യാവൃത്തി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തൊഴിലാണ്. ആ തൊഴിലായിട്ട് തന്നെ കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ അപ്പൊ പൊതുസമൂഹത്തിലെ മനുഷ്യരെ കാണുന്നതിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ശരീരത്തിന് മുകളിൽ പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്, ഇടനിലക്കാരുണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് സ്ഥലങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാക്കിയിട്ട് മാറ്റരുതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീക്ക് അവളുടെ ശരീരം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അവൾക്ക് തീരുമാനിക്കാം എന്നുള്ളത് ഓൾറെഡി കോടതി ആണുങ്ങളുണ്ട്. ഇത് സ്ത്രീകളുടെ മാത്രം പോക്കാണെന്നുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോഴേക്കും ഓൺലൈൻ ഫാൻസിലേക്ക് വരും. പക്ഷേ അത്രേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഒരു വിരല് അനക്കാൻ പറ്റിയ ഒരു വിരലെങ്കിലും അതുകൊണ്ടാണ് ഒരേ ഒരു വിരലനക്കിയാൽ മതി. പലരും പല വിരലുകളും അനക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ചർച്ചയായിട്ടേ ഇല്ല. 2 ദിവസം ജസ്റ്റ് ഇങ്ങനെ ന്യൂസിൽ വന്നു പോയെന്നല്ലാതെ ഇനി സംസാരിക്കുന്നില്ല. സിദ്ദിഖിന്റെ കേസ് എടുത്താൽ അണ്ണൻ സിദ്ദിഖിന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ അപ്പനാണ് ശരിയല്ല, റൂളാണെന്ന്. അണ്ണന്റെ വിഷയങ്ങളൊക്കെ രേഖപ്പെടുന്നു. സിദ്ദിഖിന്റെ മകനെ വിളിച്ചിട്ട് തന്റെ അച്ഛനാണ് ശരിയല്ല, അയാളൊരു മോശം മനുഷ്യനാണോ എന്നൊക്കെ പറഞ്ഞ് മോനെ വിളിച്ചു പറഞ്ഞു. ശരിയെന്നാ. അപ്പൊ അതാണ് അണ്ണൻ. അങ്ങനെ അണ്ണനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ ഇന്നിപ്പോ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കാശ്മീരിലോട്ടാണ് അടുത്ത പോക്ക്. ഇവിടെ കേരള പോലീസ് കാശ്മീരിലോട്ട് പോകുന്നു. അങ്ങനെയല്ലോ ആറാട്ടന് അൽഖയ്ദയായിട്ടുള്ള കണക്ഷൻ തെളിയിക്കപ്പെട്ടോ? ഇല്ല, പെടും. അതോടനെ തെളിയിക്കപ്പെടുന്നതായിരിക്കും. ഇത് ഇന്റർപോൾ ആയിരിക്കും. കേസെടുക്കേണ്ട കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ബാല വെല്ലുവിളിക്കുന്നു. ഞാൻ ചിലപ്പോൾ കൊല്ലും, ഞാൻ ചിലപ്പോൾ തല്ലും. അതിനൊന്നും കേസില്ല. അങ്ങനെയുണ്ട്. അതെ, പിന്നെ വയലേഷൻ നടത്തിയ ആൾക്കാർക്ക് കേസില്ല. നിയമം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കാര്യാലയത്തിന്റെ മുമ്പിൽ നിന്ന് കേരളത്തിലെ ഒരു അതിഥി ആക്ടർ ഓഫീസ് അവിടെ നിന്ന് മറ്റേ വയലൻസ്
വെല്ലുവിളി നടത്തുകയാണ്. മറ്റൊരാളെ മർദ്ദിക്കും എന്നൊക്കെ പറയാ. ഏത് വേറെ ആരെയല്ല. ഈ കേസ് എടുത്തില്ലേ കമ്മീഷണറായിട്ട് ചവിട്ട് പിടിക്കുമെന്ന് അവൻ പറഞ്ഞു. അപ്പഴാ പേടിച്ചിട്ട് കമ്മീഷണർ അവിടെ വിളിച്ചു പറഞ്ഞു തൃക്കാക്കരയിൽ കണ്ട് പോലീസ് സ്റ്റേഷൻ അവനെതിരെ കേസ് എടുത്തേക്കല്ലേ ബാല എന്നെ ഇടിക്കുമെന്ന്. പേടിച്ചു പോയി പുള്ളി. അങ്ങനെ എനിക്കിതിരെ കേസ് എടുത്തത് അത്രേ ഉള്ളൂ. അല്ല ഞാൻ ആദ്യം ഓർത്തത് എന്നെ ആയിരിക്കും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി എടുത്തപ്പോ അവരാ പറഞ്ഞത് എന്നെ അല്ല, പേരെടുത്ത് പറഞ്ഞു ഇന്ന സ്ഥലം എവിടെയാ, കമ്മീഷണർ ഓഫീസാണ്. അപ്പൊ കമ്മീഷണറെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയല്ലേ വന്നത്. തനിക്കെതിരെ പരാതി കൊടുത്തപ്പോ കമ്മീഷണറെ കണ്ടപ്പോ കമ്മീഷൻ എന്തോ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല. അപ്പൊ താഴെ വന്നിട്ട് നിന്നെ ആരാണെങ്കിലും ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇടിക്കും തൊഴിക്കും ചവിട്ടുമെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷണറാണ്. പിന്നെ നമ്മളെന്തിനാ വെറുതെ മനസ്സിലായി. പോലെ ഈ സിനിമാക്കാരെന്തോ ഹൈ പ്രൊഫൈൽഡ് ആൾക്കാരാണ്, അവർക്ക് എന്തോ എക്സ്ട്രാ കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് ആ പ്രിവിലേജ് ആണ് ഇവർ ഇങ്ങനെ പിടിച്ചു നിർത്തണേ. അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ അത്രയൊന്നും ഫെയിമുള്ള ആരും മലയാള സിനിമയിൽ അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വന്നേ കാണട്ടെ. അണ്ണനുള്ളതിലും കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു മാങ്ങയുള്ള മാവനല്ലേ പെണ്ണുങ്ങൾ വന്നിട്ട് ആറാട്ടന്റെ കൊലക്കെറിഞ്ഞു നോക്കി. വേറെ സംഭവം ഉണ്ടായി. ഉദ്ദേശം ഹൈപ്പൊന്നും കിട്ടിയില്ല. സങ്കടത്തിലായിരിക്കും. തുടരുന്ന റിവ്യൂ പറയാൻ പറ്റിയില്ലല്ലോ. അണ്ണൻ തുടരും. അണ്ണനാണ് തുടരാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം 4 സ്ക്രോൾ ചെയ്യുമ്പോ ആറോട്ടല്ലേ, FB 4 സ്ക്രോൾ ചെയ്യുമ്പോ ആറോട്ടല്ലേ, യൂട്യൂബ് 4 സ്ക്രോൾ ചെയ്യുമ്പോ മോഹൻലാലുണ്ടോ 6 സ്ക്രോൾ ചെയ്യുമ്പോ എല്ലാരും കാണുന്നുണ്ട്. അണ്ണന്റെ വീഡിയോ ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കായിരിക്കും. ഇവരാര് അങ്ങനെ കാണില്ലെന്ന് കേരളത്തില്. ഇതേത് പെണ്ണുങ്ങൾ എനിക്ക് അവരൊന്നും അറിയത്തോലും ആറാട്ടെ കേസ് കൊടുക്കണം. ആരാണോ അതായത് ഒരാള് തീരുമാനിക്കുക ഇവനെതിരെ കേസ് കൊടുക്കണം എന്ന് ഇവനൊരു പാഠം പഠിപ്പിക്കണം. വേറൊരു വശം ചിന്തിച്ചു ചില കാര്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് മീഡിയ നടത്തുന്ന ഒരു പരിപാടിയും അതുപോലെ ഇപ്പോഴല്ലേ വന്നത്. മറ്റേ അങ്ങനെയെങ്കിലും നമുക്ക് പറയാമായിരുന്നു. അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, അതായത് ഇവനെതിരെ കേസ് കൊടുക്കാൻ ആളുകൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്, അത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതിനെതിരെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പിടിക്കുന്ന ഒരു പോലീസ് ഉണ്ട്. ആ പോലീസിനൊന്ന് ശ്രദ്ധിക്കുക. കാരണം എന്നാന്നറിയാടോ, കേരളത്തിലെ മറ്റു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞ് ശ്രദ്ധിക്കുക. മറ്റേ കൊടുക്കുന്നവർക്ക് ഏതായാലും ബോധമൊന്നും കാണത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് വിചാരിച്ചതാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങോട്ട് വരുവാണ്. പോലീസ് ഇങ്ങനെ നോക്കിട്ട് ശരി മോളെ എന്താ ആദ്യയുടെ ഇവര് കുറച്ച് ഒഴിവാക്കിയായിരിക്കും. പിന്നെയും ഇവര് കുറെ കൂട്ടം കൂടി വന്ന് വലിയ സംഘടന അമ്മയാണെന്നൊക്കെ പറഞ്ഞോണ്ട് എന്തോന്ന് സംഘടന അമ്മയുടെ അറിയാലോ അവസ്ഥ. ആ ടീമൊക്കെയാ വന്നത്. പക്ഷെ അവിടെ നിന്നാ വന്നെന്ന് പറയുമ്പോ തന്നെ തിരിച്ചു വിടണം. നീ അവിടെ പോയി ശരിയാക്കുമ്പോഴേ ഈ അമ്മ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര ഗതികെട്ട് അവിടെ കിടക്കണെന്നുള്ളത് പോലീസുകാർക്ക് അറിയായിരിക്കും. മോശം അവസ്ഥ മനസ്സിലാണല്ലോ. അപ്പൊ ഈ ആറാട്ടനെതിരെയൊക്കെ പരാതി കൊടുത്ത് അവർക്ക് അവരെ കൊണ്ട് പറ്റുന്നല്ല അവർക്ക് ചെയ്യാൻ പറ്റും. അമ്മ സംഘടനയെന്ന് വരികയാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഗതികെട്ട നിങ്ങളാണെന്ന് വിചാരിച്ചാണ് ഒരു ഗതി ഇല്ലാത്ത നിങ്ങൾ. അല്ലെ പിന്നെ ഇവന്മാരൊക്കെ ഉള്ള സംഘടന നിൽക്കൂ. അതായിരിക്കും പോലീസ് കഷ്ടം തോന്നി കാണും. അവർക്ക് ആകെ പറ്റുന്നത് ആറാട്ടനെതിരെയൊക്കെ പരാതി കൊടുക്കാനല്ലേ പറ്റൂ. അവിടെ ലുക്കൗട്ട് നോട്ടീസ് ഇട്ടപ്പോ ഉണ്ടായിരുന്നവരല്ലേ ഇനി അവിടെ തന്നെ പോലീസുകാർ നോക്കിയപ്പോ അവർക്കും പിടിക്കാൻ എളുപ്പമുള്ള ഒരാളാണ്. മനസ്സിലാവില്ല. ആ പ്രശ്നം പരിഹരിച്ചു. അത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവർ ഇട്ടോളൂ. മാത്രമല്ല മറ്റേ പുള്ളികൾ അങ്ങനെയാണോ ഈ മെയിൻ പോലീസിന്റെ ബാലെടുത്ത് തന്നെ ഇങ്ങനെ നിന്നത്. മറ്റിടത്തൊക്കെ ചെന്നാൽ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? നിലത്ത് കിടക്കുമായിരിക്കും. കുറച്ച് ദിവസം മുമ്പേ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് ഒരു പോലീസ് വന്നിട്ട് സംഭവം നമ്മുടെ സഫയർ ഹോട്ടലിന്റെ അവിടെ മറ്റേ ടൈല് പൊട്ടിയിട്ട് ആൾക്കാരുടെ മേത്തേക്ക് വീണുകൊണ്ടിരിക്കട്ടാ. അപ്പൊ നമ്മള് വിളിച്ചിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പോലീസ് വന്നിട്ട് ആ മോനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് പൊട്ടിട്ട് വീഴുന്നുണ്ട് ആൾക്കാരുടെ മേത്തേക്ക്, ഇത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതായത് മോനെ എന്ന് വിളിച്ച ആള് സാറേ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അത് സംഭവം പ്രശ്നമാവുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ പരിക്ക് പറ്റിയ പ്രശ്നമാവും, ഒന്ന് ശരിയാക്കണം കേട്ടോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോനെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേടാ.
ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയോ? മഴ പെയ്തില്ലേ, അതിൽ മൊത്തം പൊട്ടി വീഴുന്നുണ്ട്. അവിടെ ഓട്ടോറിക്ഷക്കാരാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നത്. ചേട്ടന്മാരെ അതിൽ കൂടെ പോകില്ലേ, വീഴും, ടൈല് പൊട്ടി വീഴും, പരിക്ക് പറ്റും. ഇതാണ് അവിടുത്തെ പോലീസ്. സീസണിലാണ് കഞ്ചാവ്, എമ്മ്, ഇതേമാതിരിയുള്ള തുക്കട ആൾക്കാരെയൊക്കെ പാവങ്ങളെയൊക്കെ പിടിച്ചിടുക. ഇതൊരു സീസണിലാണ്. ഇപ്പൊ കുറച്ച് ദിവസം കുറച്ച് എമ്മ് പിടിച്ച സമയത്ത് കൂടെ ഫുള്ള് കൊച്ചി സിറ്റി ഫുള്ള് ചെക്കിംഗ് ആയിരുന്നു. കഞ്ചാവ് പിടിച്ച സമയത്ത് ഇത് തന്നെയായിരുന്നു. ഇപ്പൊ സിനിമ കുറച്ച് സീസണിലാണ്. ഇപ്പൊ സിനിമക്കാരെ കുറച്ച് ആള് ഇതേമാതിരി ഇപ്പൊ ഹേമ കമ്മിറ്റി അത് കഴിഞ്ഞത് ഇപ്പൊ സെയിം കഞ്ചാവിലേക്ക് വന്നിട്ടുണ്ട്. അത് ആറാട്ടാണ്. ഇത് ഇങ്ങനെ എന്തെങ്കിലും വേണമല്ലോ ഇവർക്ക്, പൊളിറ്റിക്കലി എന്തെങ്കിലും വേണമല്ലോ, പോലീസുകാർക്കും എന്തെങ്കിലും വേണം. ഏറ്റവും വലിയ കുറ്റം എന്താണെന്ന് അറിയോ? എല്ലാവർക്കും 4 പേർക്ക് ഇപ്പൊ കണ്ടന്റ് വേണം. പോലീസുകാർക്ക് തന്നെയാണ് കണ്ടന്റ് ആണ് ഈ പറഞ്ഞത്. അതായത് പൊളിറ്റിക്കലി നോക്കുമ്പോ അവർക്ക് അതൊരു കണ്ടന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതല്ലാണ്ട് പിന്നെ എന്തുട്ടാ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിരോധിക്കേണ്ടത് കള്ള് നിരോധിക്കണം. കള്ള് നിരോധിച്ചിട്ട് വേണം. ഡ്രഗ് എന്ന് പറയുമ്പോ നമ്മൾ എല്ലാത്തിലും ഇത് പെടും. ഇതില് കള്ള് നിരോധിച്ചിട്ട് വേണ്ടേ നമ്മള് ബാക്കിയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് അറിയോ? ഈ എമ്മിന്റെയും കാര്യങ്ങളുടെയും ഇൻഫോം ചെയ്ത ആൾക്കാരെ പോലീസിലുള്ള ആൾക്കാരെ ഇൻഫോം ചെയ്തിട്ട് കൊണ്ടുപോയി തല്ലി ചതച്ചിട്ടല്ല. എങ്ങനെയുണ്ട്? വലിയ ക്വാണ്ടിറ്റി ഒന്നും ഒരു പിടിക്കാനല്ല. ആകെ 1 gram 2 gram എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സീം എല്ലാ പടത്തിലുണ്ടോ? നീ കണ്ട പടത്തില് ഈ ആനയുടെ നേരെ ഏതാണ് പോസ്റ്ററാ മോഹൻലാലിന്റെ ഏതോ ഒരു ഞാൻ കണ്ടു പടം തുടരും. എന്നിട്ട് അതെനിക്ക് അത് വലിയ അറിവുള്ളൂ. സത്യം പറയാ, ഒരു ബിലോ ആവറേജ് മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിലോ ആവറേജ്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലും എവിടെയൊക്കെ നോക്കുമ്പോ നമ്മുടെ ഫ്രണ്ട്സ് അടക്കം ഒരുപാട് പേര് വലിയ എഴുതി കുത്തിക്കുറിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. പക്ഷെ ലാലേട്ടന്റെ തിരിച്ചു വരവ് ജിമിട്ട് തിരിച്ചൊന്നും വന്നിട്ടില്ല. ഞാൻ എന്റെ അഭിപ്രായത്തിൽ അവിടെ തന്നെയുണ്ട്. ഞാൻ പക്ഷെ എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ സിനിമയിൽ ഹീറോയിസത്തിന്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ സിനിമ സൗദി വെള്ളക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരു ഹീറോയിസം വരുമ്പോ ഡയറക്ടറിന് വരുന്ന സിനിമ വരുമ്പോൾ ഇപ്പൊ ചെയ്താൻ പറഞ്ഞ എപ്പോഴും പറയുന്ന പോലെ തന്നെ മോഹൻലാലിന് വേണ്ടിയിട്ടാണ് കഥ എഴുതുന്നതിന്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാണ്ട് കഥ ഈ പറയുന്ന 2 സിനിമകൾ മോഹൻലാലിന് വേണ്ടിയിട്ടാണ് കഥ എഴുതുന്നത്. ഒരു കഥ എഴുതിയിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്യുന്നതല്ല. എനിക്ക് അല്ല, എന്റെ ചോദ്യം അതല്ല. തരുൺമൂർത്തി ആരാ? 2 സിനിമയാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 3 സിനിമ. അപ്പൊ തുടരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക, ഈ 2 സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ തുടരും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. പക്ഷെ അതില് ഹീറോയിസം വേണ്ടായിരുന്നു എന്നുള്ളൊരു ഇത് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബസൂക്ക് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ബസ്സൊക്കെ ഞാൻ കണ്ടു. ഞാൻ ബസ്സൊക്കെ അത് ഒരു ഞാനതിലിപ്പോ ഖേദിക്കുന്നു. ആ വഴിക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാനത് വേറെന്തോ പ്രതീക്ഷ അവിടെ ചെന്നത്. ഞാനത് നല്ല ഉറക്കം പറയും. എന്റെ തൊട്ടിപ്പുറത്ത് ഒരു പെൺകൊച്ചായിരുന്നു വെച്ചാൽ അത് ആ പെൺകൊച്ചനെ കുറച്ച് ആരാന്നറിയില്ല, ഏതോ ഒരു പെണ്ണ് വിളിച്ച് അപ്പൊ എന്താന്ന് ചോദിക്കണം ദേ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഉറങ്ങി. വിളിച്ചതിന്റെ കാരണം അതല്ല, ചെറുതായിട്ട് ഓർക്കാൻ പറ്റുന്നുണ്ടാവും. സ്നോറിങ് ഇംഗ്ലീഷിൽ അങ്ങനെ പറയും. കൂർക്കമലി എന്ന് പറയുന്നത് ചിലപ്പോ വേറെ ഫീൽ കിട്ടാൻ സാധ്യത. ഞാൻ വേറെ തരത്തിൽ പറയാം. ഞാൻ ചെറുതായിട്ട് സ്നോർ ചെയ്തെന്ന് തോന്നുന്നു. എനിക്കും പ്രശ്നമുണ്ടോ? ഞാൻ ഉറങ്ങുമ്പോ സ്നോർ ചെയ്യുന്നു ഞാൻ മേടിച്ചിട്ടാ പോയത്. അല്ലെങ്കിൽ നമുക്കത് തീർക്കാൻ പറ്റില്ല. എന്താ കുടിച്ചട്ടെ ആ എനർജി പിടിച്ച് അല്ലാണ്ട് വേറെ വഴിയില്ല. ഹോൾഡ് ചെയ്യുന്നത് എനിക്ക് സിനിമകളൊക്കെ കിടന്നുറങ്ങി പോവാണ്. അധികം സിനിമകളും കുറെ നാളുകൾക്ക് ശേഷം കോണ്ടന്റ് ഇതിലൊക്കെ മലയാളമാണ് ബെറ്റർ എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല മലയാളമാണ്. അത് പുറമേയുള്ള സിനിമകൾ കാണാതുകൊണ്ടാ. യാഥാർത്ഥ്യമാണ് സത്യത്തില്. ഞാനിപ്പോ സത്യത്തില് മലയാള സിനിമ കാണുമ്പോ ഞാന് ബുദ്ധി പണയം വെച്ച് കാണാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ നോക്കുവാ അനക്കമുണ്ട്. ഇനിയിപ്പോ വരുമ്പോ ഏത് ടോണിലായിരിക്കും വരിക? പോലീസുകാരൊന്നും ടോണാക്കി വിട്ടിട്ടുണ്ട്. അണ്ണനിഞ്ഞ് വരാൻ പോണത് ഒരു ടോണായിട്ടായിരിക്കും എന്റെ ഒരു അഭിപ്രായം. ടോണൊന്നുമല്ല. അണ്ണനാണ് കുറച്ച് MDMA ഒന്നും അടിക്കായിരുന്നു ആദ്യം വന്നിട്ട്. കാരണം അതിനകത്ത് കിടക്കുന്നവന്മാര് കൂടുതൽ MDMA ക്കാരായിരിക്കും.
ഇനി അവരൊക്കെ കൂടെ ആറാട്ടന്റെ വീട്ടിൽ വരും. അടുത്ത കേസിൽ ആറാട്ടണം പ്രതിയാകുന്നത് MDMA കേസിലായിരിക്കും. നോക്കിക്കോ. എന്റെ പൊന്നെ, ഒരു ഈ സംശയം സമൂഹമായിരിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി. ആറാട്ടണ്ണൻ അങ്ങനത്തെ ഒരു അല്ല, ഇയാൾക്ക് PhD ഒക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കും, ഇവർക്കെതിരെ കേസ് കൊടുക്കും ഞാൻ. പുള്ളി ഇപ്പൊ 5 വർഷമായിട്ടായില്ലേ PhD. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവണമെങ്കിലേ ആളെ അടിച്ചിട്ടോ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങള് ബേസ് ചെയ്തിട്ട് ഇതാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇയാളെ നശിപ്പിച്ചതിൽ വലിയ ഉത്തരവാദിത്വം ഇതിലുണ്ട്. സ്റ്റേറ്റിനെതിരെ കേസ് കൊടുക്കേണ്ടി വരും, അതെ. പോലീസിനെതിരെ കേസ് കൊടുക്കേണ്ടി വരും, തീർച്ചയായിട്ടും. ജുഡീഷ്യറിക്കെതിരെ. ഇയാളെ നശിപ്പിച്ചത് ഈ അല്ല, സിസ്റ്റം. നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ നഷ്ടപരിഹാരം ഒന്നും അല്ലല്ലോ പ്രശ്നം. ഓൾറെഡി പുള്ളി അല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു ജനാണല്ലോ ഞാൻ, നിങ്ങളും ഒക്കെ ജനാണ്. അതില് ഒരാളെ മാനനഷ്ടമല്ല, ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഈ പറഞ്ഞ രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് പോലീസിനും കൂടി ഉത്തരവാദിത്തമായി ഇതില് ഇങ്ങനെ ഒരു വിഷയം. ഞാനൊരു കാര്യം പറയട്ടെ, ചെറിയൊരു കേസിനകത്ത് പോയി അകത്ത് ഇരുന്ന് ക്രിമിനൽ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ വലിയ പുല്ലുമായിട്ടാണ് വരുന്നത്. അത് നമുക്ക് നേരിട്ട് അറിയാവുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ചെറിയൊരു പരിപാടിക്ക് കയറും, എന്നിട്ട് ആളൊന്ന് കണക്ഷൻ പിടിക്കുക, അതൊന്നും പിന്നെ തിരിച്ചിറങ്ങിയിട്ട് ഇവരെല്ലാം ഇറങ്ങിയ സമയങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് അടുത്ത വലിയ ക്രൈം ഉണ്ടാക്കി അങ്ങനെ പോകുന്നു. അല്ലാതെ ഇവിടെ റീഹാബിലിറ്റേഷൻ നടക്കുന്നേ ഇല്ല. ജയിലെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, കോൺടാക്ട്സ്, അവരുടെ പ്ലാനിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. സാധാരണക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാനസിക നില തെറ്റില്ലേ ഈ പറഞ്ഞിട്ട് ജയിലിലൊക്കെ അങ്ങനെയുള്ളവരുടെ കൊണ്ട് ഇടുമ്പോഴല്ലേ തെറ്റുന്നേ. നമ്മൾ അത്രക്കാരനാണ് കുഴപ്പമൊന്നുമില്ല. നീ എന്നാ നീ ഒരു അത്ര ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാള്, അയാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള അവസരം, അല്ലാതെ വേറൊന്നും അല്ല. അത് യൂട്ടിലൈസ് ചെയ്യുന്നവരവര് മനസ്സിലായി. നമുക്ക് ഉള്ളതിനകത്ത് കയറി ചിലപ്പോൾ പറയാനില്ല തോന്നുന്നു. മനസ്സിലായി, ഇത്തിരി പരിപാടി ഒന്നും നമുക്കില്ലല്ലോ. എല്ലാവരും താഴ്ന്നാലേക്ക് കുറെ പേര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ താഴ്ന്നാലേക്ക് ഇവർ ജയിലിനകത്ത് വരുമ്പോ എടാ ഞാനുണ്ട്, താനുണ്ട്, ഇവനുണ്ട്, ആറാട്ടനുണ്ട്, അലിഞ്ചസ് പെരേര, എന്ത് രസമായിരിക്കും ഡിസ്കഷൻ. നമ്മളിരുന്ന് ചുമ്മാ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളവരായിരിക്കും ഇപ്പൊ അകത്ത് കിടക്കുന്ന മിക്ക MDMA പിള്ളേരും. അവന്മാർക്ക് വലിയ കാര്യം പോലീസുകാർക്ക് കാര്യം, പോലീസുകാർ നല്ല ജെന്റിലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അല്ല, പോലീസുകാരെ പല സ്റ്റേഷനിലും ഞാൻ പോകുമ്പോൾ എന്നോട് ഇവിടെ ആറാട്ടെണ്ണെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല, ഞങ്ങൾ കാണാതിരിക്കും. അതുപോലെ ഇയാളൊരു ശുദ്ധഗതിയാണെങ്കിൽ ഇവർക്ക് അറിയാടോ. പക്ഷെ ഈ നശിച്ചത് നിങ്ങൾ കൊണ്ട് കൊടുത്തേക്കുന്ന പരാതി എന്തുവാന്നുള്ളതാ മനസ്സിലാകുന്നുണ്ട്. പോലീസിന് ഇത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ പോലീസുകാർ വീട്ടിലൊക്കെ ചെന്നത് വളരെ മോശമായി. എനിക്ക് വീട്ടിൽ ചെന്ന് ഞാനിപ്പോ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്ത ഇനീഷ്യേറ്റ് ഈ പറയുന്ന ഒരു കാര്യത്തിൽ കൂടി വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ആ സിദ്ദിഖിനെ പിടിക്കാൻ സിദ്ദിഖിനെ, കാരണം ക്രിമിനൽ ആണ്. ഈ പറഞ്ഞ പോലെയുള്ള പല ആൾക്കാരും അതിന്റെ ഉള്ളിൽ ക്രിമിനൽ ഉണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്രയും നടന്മാരെ കുറിച്ചിട്ട് കാര്യങ്ങൾ ഒന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും നടപടി കൂടി നിങ്ങൾ എടുക്കണം. ഈ പറയുന്ന ആൾക്കാർ എടുക്കണം. ബേസിക് കാര്യങ്ങൾ തുടങ്ങി, അതായത് ബേസ്മെന്റ് തുടങ്ങി മലയാള സിനിമ ശരിയാക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും. അതായത് ഈ പറയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ആറാട്ടന്റെ പേരിൽ വന്നിട്ടില്ല. വന്നിട്ട് ഡെഡായിട്ട് കിടക്കുന്നുണ്ട്, ചത്ത് കിടക്കുന്നുണ്ട്. ആറാട്ടനെ കൊണ്ട് ഒരു ഗുണവും പോലീസിനില്ല. അവരുദ്ദേശിച്ച പോലെ മീഡിയയും വന്നില്ല, കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. കമ്മിറ്റി അയച്ചു ആൾക്കാർ. ഇവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇതൊക്കെ അണ്ണനെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്നത് മണ്ടത്തരം മനസ്സിലാവണമെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചു പറയുന്നതാണ്. അത്രേ ഉള്ളൂ. അതല്ല അതിനകത്ത് വലിയ കാര്യം. ഇതല്ലേലും വലിയ പൊട്ടത്തം കാണിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ആർക്കെതിരെ വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാന്നുള്ള സാഹചര്യമുണ്ട്. അതല്ല വിഷയം. ഇതിനകത്ത് പൊട്ടത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ആറാട്ടെണ്ണനെതിരെ ഇങ്ങനെ ഒരു കേസ് എടുത്ത് സത്യത്തില് ഒരാളെ പറ്റി കേസ് കിട്ടുമ്പോ അയാളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്താണ് അദ്ദേഹം എന്നുള്ളത് വ്യക്തമായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യും. അയാളെ റിമാൻഡ് ചെയ്തെന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ പറയണം, നിങ്ങൾ എന്ത് പറയണം, ആരോടാ? നമ്മളൊക്കെ കാണുന്നവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ലൊരു പോലീസിന്റെ നല്ലൊരു നടപടി എന്ന് വിചാരിക്കണോ, അതോ നമ്മുടെ നിയമം അത് കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തലയ്ക്കുള്ള സൂക്കുകളുണ്ടോ? ബോധം എന്ന് പറഞ്ഞത് 5 കാശിന്റെ വെടികൊണ്ടെങ്കിൽ പഠിക്കാൻ നിൽക്കുന്നുണ്ടോ? സത്യം പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ് ചെയ്യുന്നുണ്ടോ പുള്ളി? എത്ര വിമർശിക്കുന്നവരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിരിക്കുന്ന ഒരു എന്റർടൈൻമെന്റ്. കാരണം എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നോക്കണമെന്നുണ്ടെങ്കിൽ അല്ല, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോഴാണ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ നമുക്ക് തോന്നുന്നത് തന്നെ. സത്യത്തില് ഇയാളൊരു എന്റർടൈനർ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും മീഡിയക്കാര് ആലോചിച്ച് നോക്കുന്നത്. റിവ്യൂല് പോലും തംബ്നെയിൽ വെറുതെ ഇയാളുടെ ഫോട്ടോ കൊടുക്കും. ആള് ആ വീഡിയോയിൽ തന്നെ ഉണ്ടാവില്ല, തംബ്നെയിൽ വെറുതെ ഇയാളുടെ ഫോട്ടോ കൊടുക്കും. എന്റർടൈനർ ഓക്കെ, ഇയാൾ എന്ത് പറയുന്നു നോക്കാനായിട്ട് കിക്ക് ചെയ്യും എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് ആ തംബ്നെയിൽ അത് കൊടുക്കുന്നത്.
അണ്ണന് വേണ്ടി നമ്മുടെ അനുശോചനം നമുക്ക് ദുഃഖാചരണം ഒരു മിനിറ്റ് എണീറ്റ് വന്നിട്ട് എഴുതിക്കണ്ട അതെ. അതിന്റെ ആവശ്യം അതൊരു ആചാരത്തിന്റെ ഭാഗമായി പോകും. നമ്മൾ ആചാരങ്ങൾക്ക് എതിരാണ്. നമ്മൾ എണീക്കില്ല. കാലുമകാലം വെച്ചിട്ട് സിനിമ കയറി കുന്താലും ഇരിക്കും എന്തുവേണമെങ്കിൽ അതെ. പക്ഷെ ആചാരം അതെന്താ നമ്മള് പറഞ്ഞ പ്രതിഷേധം പ്രതിഷേധം. നമ്മുടെ ഒരു പ്രതിഷേധം. കഷ്ടമുണ്ട് കേട്ടോ. ഇത് വളരെ മോശമാണ് സീരിയസ്ലി. ആ ഒരു വ്യക്തിനെ പറ്റിയിട്ട് എല്ലാ ആൾക്കാർക്കും അറിയാം അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വളരെ മോശം സീരിയസ്ലി. മാനസികാരോഗ്യമുള്ള ആൾക്കാര് അറിവോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവര് പുറത്ത് നന്നായിട്ട് വരസുന്നു, ഒളിവിൽ പോകുന്നു, എന്നിട്ട് ഒരു കുഴപ്പമില്ല. പിടിക്കാൻ കിട്ടുന്നില്ല. അവരെ കിട്ടില്ല. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോ ലേറ്റ് ആയി പോകും. അതെങ്ങനെയാണ്? അത് 3 ദിവസം കഴിഞ്ഞ് തോക്ക് അന്വേഷിച്ചു ട്രാഫിക് ഉണ്ടാവും. അയ്യോ ഭയങ്കര കഷ്ടമായി. 3 ദിവസം കഴിഞ്ഞ തോക്ക് അന്വേഷിച്ചു പോയത് തോക്ക് ഈ ഊരിൽ അവിടെ കാണിക്കേണ്ടത്. ഒരാള് രാത്രിയില് രണ്ടുപേര് ഓരോരുത്തരും കൊല്ലുമെന്ന് പറഞ്ഞ് തോക്ക് കാണിച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞ് വീട്ടില് ആ ഒരു ഊർജ്ജം എന്ത് ഇവിടെ ഇല്ലാത്ത ഇന്നത്തെ കേസ് ഏത് ആ ഊർജ്ജം ഇല്ല. 3 ദിവസം കഴിഞ്ഞ് റഹ്മാനെയൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഇവർ ഇന്ന ആൾക്കാരാണെന്ന് മനസ്സിലായത് പോലീസിന്. ഇത് നേരത്തെ ഇവര് ടീം നല്ല സിനിമ ഫീൽഡില് അറിയപ്പെടുന്ന ടീമുകളാണെന്ന് അറിയണമെങ്കിൽ തൊടൂലായിരുന്നു. കാരണം അതിനുള്ള ക്വാണ്ടിറ്റി സാധനം ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? എനിക്കൊരു ഭീഷണി ഒന്നുമില്ല. പറഞ്ഞു 2 ഭീഷണി ഒന്നും. അത് മറ്റേ ഒരാൾ വന്നിട്ട് ആരാധകനാണെന്നൊക്കെ പരിചയപ്പെട്ടു. എന്നിട്ട് സംഭവം പറഞ്ഞു, നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നാറുണ്ട്, കാരണം നിങ്ങൾ എന്തായാലും കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോലീസിനാണ്. പോലീസ് തന്നെയാ. അതിനോട് വന്ന് പറഞ്ഞു ഞാൻ പോലീസിലാണ്, പക്ഷെ നിന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആരാധനമാണ് പറഞ്ഞു. നിയമത്തിന് വേണ്ടിയിട്ടും ജനാധിപത്യത്തിന് വേണ്ടിയിട്ടൊക്കെ, പക്ഷെ നീ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. അത് ഞാൻ ആരെ കൊല്ലാന്ന് ചോദിച്ചു. അപ്പൊ അത് ഈ സിസ്റ്റം അറിയില്ല. പണി പക്ഷെ എന്താ പ്രത്യേകത അറിയോ? ആദ്യം മാർക്കറ്റിൽ പോയിട്ട് കടകളിൽ പറഞ്ഞു വെച്ചു, നിനക്ക് ഒരു വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്, നിനക്കൊരു പണി വരുന്നുണ്ട് എന്നുള്ളത്. അത് നടക്കുന്നില്ല. അപ്പൊ ഞാൻ മാർക്കറ്റിലുള്ള ചേട്ടന്മാരോട് പണി തരുന്നവരാണെങ്കിൽ നേരിട്ട് വന്ന് പണി തന്നിട്ട് അങ്ങോട്ട് പോവും, അല്ലാതെ ഈ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. പിന്നെ ഇപ്പോഴാണ് ആദ്യമായിട്ട് നേരിട്ട് വന്നിട്ട് പറയുന്നത് നിന്നെ എന്തായാലും കൊല്ലും. നമ്മളെ പോലെ 1% ആൾക്കാർ ഇങ്ങനെ പറയും. അതും കൂടി പറയുന്നില്ലെങ്കിലുള്ള ഈ നാടിന്റെ അവസ്ഥ ആലോചിച്ച് അത് പറയരുതെന്ന് രാജഭരണമാണ്. ഇത് രാജഭരണമാണ്. രാജഭരണത്തിനേക്കാൾ മോശപ്പെട്ട് ഭരണം. ഞാൻ വിചാരിക്കുന്നത് ദീനൊരു റെവല്യൂഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതും കൂടി ആൾക്കാർ പറയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിശബ്ദരായി പോകില്ലായിരുന്നു. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ. അപ്പൊ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഞാൻ പറഞ്ഞല്ലോ ഭീഷണി ഇല്ലാന്ന്. അപ്പൊ താങ്കൾ പറഞ്ഞു ഭീഷണി വരും 2 ഭീഷണി വന്നു. ഈ ഭീഷണിപ്പെടുത്തണമാരൊക്കെ ലോലന്മാരായിരിക്കും. ഭയങ്കര ചിരിച്ചിട്ട് മോനെ ഞാൻ ഭയങ്കര ആരാധകരാണ്, കാര്യങ്ങളാണ്. പരിപാടിക്ക് നിൽക്കുക അല്ലേ, വലിയ പണിയെടുത്താ പോവാ, അല്ലാണ്ട് നിന്നെ ഞാൻ കൊല്ലും തല്ലും എന്നല്ല ഈ സിസ്റ്റം. അപ്പൊ ഞാൻ പോലീസാണോ? അല്ല, ഈ സിസ്റ്റം. ഞാൻ പോലീസിലാണ്. പോലീസ് തന്നെയാണോ എന്നത് അന്വേഷിക്കേണ്ടിരിക്കും. ശബ്ദം മാറ്റി ഉത്സവത്തിനൊക്കെ നിർത്തണ വയറ്റിപ്പെട്ട് ടീമില്ലേ ഗണേഷ് കുമാർ ബുദ്ധിയുള്ള ആള് കീഴോട്ട് ഇറങ്ങി ഒന്ന് പണി ചെയ്യില്ല. ശബ്ദമൊക്കെ മാറ്റി വിളിച്ചായിരിക്കും. നേരിട്ട് വന്നത് നേരിട്ട് വന്നത് ഇതുവരെ നേരിട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് നേരിട്ട് വന്ന്. അതായത് വളരെ ചിരിച്ചുകൊണ്ട് എന്തായാലും പക്ഷേ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടോ? കൃത്യമായിട്ട് എടുക്കാൻ പാടില്ല. ഇവന്റെ ഒന്നും പാസ്റ്റ് ഒന്നും ഇവിടെ വിഷയമൊന്നുമല്ല. ഇവ മുമ്പ് ആരായിരുന്നു ഇപ്പൊ ആരാന്നുള്ളത് ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു അമ്മ പോലും പറഞ്ഞു ഞങ്ങളെ പീഡിപ്പിച്ച കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് പോലീസിന്റെ മുന്നിൽ മീഡിയയുടെ മുന്നിൽ പോലും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു നടപടി എടുത്തില്ല പോലീസ്. എങ്ങനെയുണ്ട് കൊടുത്തത്? ഇത് രാജഭരണല്ലേ? രാജഭരണം എന്ന് പറയാൻ കോർപ്പറേറ്റ് ഭരണം. കാശുണ്ടാക്കിയവരുടെ, കാശുള്ളവരുടെ, സ്വാധീനമുള്ളവരുടെ എന്ത് ചെയ്യുന്നു? നാപ്പത്തിനാല് മിനിറ്റായി. 1 മിനിറ്റും കൂടി 17 സെക്കൻഡും കൂടി ആടോ. അത് 45 ആകുമ്പോ അതിന്റെ ഒരു കംപ്ലീറ്റ് ആവുമല്ലോ.
അയണ് നല്ല കാശുണ്ടെന്ന് പറയുന്നത്. അയണോ? അയണം. അപ്പൊ നമുക്ക് കാമ്പുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ട് മണൽത്തരികളിൽ നിന്നും അയൺ എടുക്കാന്നാണോ? അതെ. ഓക്കെ. അയൺബോക്സിനായിരിക്കും. അയൺ ബോക്സ്. ഓ, അയൺ ബോക്സ് എടുത്ത് നമ്മൾ പുറത്തിറങ്ങി മറ്റേ തേച്ച് കൊടുക്കാന്നാണോ ഉദ്ദേശിക്കുന്നത്? പണ്ട് അംബാനിയുടെ പരിപാടി അറിയില്ലേ? പണ്ട് അംബാനിയുടെ പരിപാടി എന്തായിരുന്നു? 1 രൂപ ഉരുക്കിയിട്ട് കാശുകാരനായി. ഓ, നല്ലൊരു കഥയത്. ഇങ്ങനെ പല കഥകളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഈ generation 1 രൂപ ഉരുക്കി വിട്ട് കാശുകാരനായ അംബാനി. പുതിയ എടാ, 1 രൂപ വലുതായിരുന്നു. generation